5 ലക്ഷം രൂപ ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ച് നമ്മുടെ സെൻറ്ററുകളിൽ നിരവധി ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ട്. ആയുഷ്മാൻ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ അവരോട് ഡെയിലി ഇത് പറഞ്ഞ് മടുത്തതിൻ്റെ പ്രകാരമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളിലും മറ്റും കിട്ടുന്ന ഒരു സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്. KBF എന്ന് പറഞ്ഞിട്ട്, കാരുണ്യ ബെനിഫിലൻറ്റ് ഫണ്ട്, KVB എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കാരുണ്യ ലോട്ടറിയുടെ ഒരു ലാഭവിഹിതം എടുത്തതിന് ശേഷം അതിൽ നിന്നും നമ്മുടെ പാവപ്പെട്ട കുടുംബങ്ങളിലെ രോഗികളായിട്ടുള്ള ആളുകൾക്ക് ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ് KVB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീമിൽ നമ്മുടെ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ PMJY പ്രധാനമന്ത്രി ആരോഗ്യ യോജനയിൽ ആയിട്ട് സഹകരിച്ചിട്ട് ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണിത്. അപ്പോൾ ഈ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ വീഡിയോയിൽ ഉടനീളം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രസിദ്ധ ഭാഗങ്ങളും മറ്റും നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റിലേക്ക് ഉൾക്കൊള്ളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രേക്ഷകരും അത് മുഴുവനായിട്ട് കാണുക. അപ്പോൾ അത് നമ്മുടെ അർഹതയുള്ള ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ആദ്യമായി തന്നെ നമുക്കറിയാം, നമ്മുടെ ചാനലിൽ തന്നെ നിരവധി വീഡിയോകൾ വിശദമായിട്ട് തന്നെ ഈ നമ്മുടെ 5 ലക്ഷം രൂപ ലഭിക്കുന്ന സ്കീമിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആളുകൾ ഇത് ചോദിച്ച് പിന്നീടും വരുന്ന ഒരു സംഭവം ഉള്ളതിനാൽ പറയട്ടെ. ഈ 5 ലക്ഷം രൂപ ലഭിക്കുന്ന സ്കീം നേരത്തെ വന്ന സമയത്ത്, അതായത് കാരുണ്യ എന്ന് പറഞ്ഞ് വന്ന സമയത്ത് മാത്രമായിരുന്നു നമുക്ക് പുതിയത് എടുക്കുവാൻ സാധിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയിലെ അംഗമാകുവാൻ വേണ്ടി നമുക്ക് എടുക്കാൻ സാധിക്കുന്ന 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ആ കാർഡ് നമുക്ക് ഈ പറഞ്ഞതുപോലെ ആധാർ മുഖേന ആൾ നേരിട്ട് സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് നൽകാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അത് കേരള സർക്കാരും കൂടെ ആ പദ്ധതിക്ക് അംഗീകാരം നൽകുന്ന മുറയ്ക്ക് മാത്രമേ ആശുപത്രിയിലും മറ്റും അതിൻ്റെ കാര്യങ്ങൾ ലഭ്യമായി തുടങ്ങിയുള്ളൂ. പക്ഷേ കാർഡുകൾ ഇപ്പോൾ നിരവധി ആളുകൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. 70 വയസ്സിന് ശേഷമുള്ള ആളുകൾ. അതിനിപ്പുറമുള്ള ആളുകൾക്ക് നേരത്തെ എടുത്ത ഇൻഷുറൻസ് കാർഡിൽ അവരുടെ കുടുംബങ്ങളിൽ 5 പേരെ വരെ ആഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും പ്രൈവറ്റ് എംപാനൽ ചെയ്ത ഹോസ്പിറ്റലുകളിലും നേരത്തെ നമുക്ക് ഫ്രീ ആയിട്ട് ചികിത്സ ലഭിക്കുമായിരുന്നു. എന്നാൽ സർക്കാർ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് അവരുടെ ഇൻഷുറൻസിൻ്റെ ക്ലെയിം തുകകൾ കൊടുക്കുവാൻ കാലതാമസം വന്നതിനാൽ ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ പിന്നീടത് ചികിത്സ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ അത് പിന്നീട് അവരുടെ കുടിശ്ശികകൾ മുടങ്ങിയതൊക്കെ സർക്കാർ കൊടുത്തു തുടങ്ങിയപ്പോൾ വീണ്ടും അത് ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ KVB എന്ന് പറഞ്ഞിട്ടുള്ള സ്കീമിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, കാരുണ്യ ലോട്ടറിയുടെ ലാഭവിഹിതവുമായിട്ട് നമ്മുടെ സംസ്ഥാനത്തുള്ള പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് 2 ലക്ഷം രൂപയ്ക്കകത്ത് ഇൻഷുറൻസ്, അതായത് സൗജന്യമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എത്തുന്ന ഒരു പദ്ധതിയാണിത്. അപ്പോൾ ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലാണ് ഇത് കൂടുതൽ ലഭിക്കുക. അതായത് നമ്മുടെ നേരത്തെയുള്ള ആയുഷ്മാൻ ഭാരത് പദ്ധതി എവിടെയൊക്കെയാണോ എംപാനൽ ചെയ്ത് അവിടെയെല്ലാം നിങ്ങൾക്ക് ഈ KVB എന്ന് പറഞ്ഞ കാരുണ്യ ബെനിഫിലൻറ്റ് ഫണ്ടിലെ ഈ സ്കീം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. മെയിനായിട്ട് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ, മെഡിക്കൽ കോളേജുകളിൽ തുടങ്ങിയവത്ത് നിങ്ങൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരു ഫോം കിട്ടും. നിങ്ങൾക്ക് മറ്റുള്ള ഇൻഷുറൻസുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഹോസ്പിറ്റലിലെ അധികൃതരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഫോം തരും. അത് നിങ്ങൾ ആദ്യം ഉറപ്പ് വരുത്തുക അവിടെ ഈ സ്കീം ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അവിടെ ബന്ധപ്പെട്ട് ആ ഫോം എടുത്താൽ ആ ഫോം ഫില്ല് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്ക് റേഷൻ കാർഡ്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് തുടങ്ങിയ രേഖകൾ ആ ഹോസ്പിറ്റലിൽ കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കുടുംബ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം. അത് ഏത് വിഭാഗക്കാർ എന്നൊന്നുമില്ല, ജനറലും മറ്റുള്ള എല്ലാ കാറ്റഗറിക്കും ഇത് നൽകുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഫോം ഫില്ല് ചെയ്ത് ഈ പറഞ്ഞ വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കുവാനായിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് നമ്മുടെ റേഷൻ കാർഡിൽ കാണും ഒരു വരുമാനം, അതേ ഇൻറ്റു 12 നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു വർഷത്തെ വരുമാനം എത്രയാണോ വരുന്നതെന്നുള്ളത് കാണും. അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വില്ലേജ് ഓഫീസുകളിൽ നിന്നും ഈ വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ 3 ലക്ഷം രൂപയിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ആ സ്കീമിലേക്ക് നിങ്ങൾക്കും അപേക്ഷ കൊടുക്കാം. അപ്പോൾ ഇത് ഓർക്കുക, ഇത് നേരിട്ട് ഹോസ്പിറ്റൽ മുഖേനയാണ് ഈ പദ്ധതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വിലപ്പെട്ട വിവരം നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലും എത്തിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാര്യം വെച്ചാൽ ഒരു
ഇൻഷുറൻസും ഇല്ലാത്ത ആളുകൾക്ക് ഇത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ ആളുകളിലും ഇത് എത്തിക്കുക. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SG ചാനൽ.